ഹലോ! ഇന്ന് നമുക്ക് ഷൂട്ട് വരുന്നത് കോട്ടയത്താണ് കേട്ടോ. CMS കോളേജ് വെച്ചിട്ടാണ്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ ക്ലാസ്മേറ്റ്, ബോഡിഗാർഡ്, CI പിന്നെ കുറേ പഴയ സിനിമകളുടെ പേരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കോളേജാണിത്. അപ്പോൾ ഈ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക ഫീലായിരുന്നു. ഇവിടെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു തരും, എടി ഇത് ആ സീൻ എടുത്ത സ്ഥലമാണ്, ഈ സീൻ എടുത്ത സ്ഥലമാണ്, ദുൽഖർ ഇവിടെയാണ് നിന്നത്, അങ്ങനെയാണ് നിന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ തല ഇങ്ങനെ കറങ്ങും. അങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. പിന്നീട് സിനിമ വന്ന് കണ്ടപ്പോഴാണ് ശരിയാണ് നമ്മൾ നിന്ന സ്ഥലമൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. 2 ദിവസമാണ് കേട്ടോ നമുക്കിവിടെ ഷൂട്ട് വരുന്നത്. കാളിദാസ് ജയറാമിൻ്റെ മൂവിയാണ്. നായിക വരുന്നത് ലക്ഷ്മി ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള നായികയാണ് കേട്ടോ. പുതിയ നായിക ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ ആളെ വേറൊരു മൂവീസിലും കണ്ടിട്ടില്ല. ഫസ്റ്റ് ഡേ വന്നിട്ട് കോളേജിൽ തന്നെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. കറക്റ്റ് രാവിലെ 6 മണിയാകുമ്പോൾ നമ്മുടെ റൂമിന് താഴെ വണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് 6 മണി കറക്റ്റ് ആകുമ്പോൾ ഫ്രഷായി നമ്മൾ താഴെ എത്തിയിട്ടുണ്ടാവും. 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോഴത്തേനും നമ്മൾ കോളേജിലെത്തി. ഒരു 7 മണിയോടുകൂടി തന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതിനിടയിലാണ് നമ്മൾ കഴിക്കാറ്. സെക്കൻഡ് ഡേ വന്നിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂൾ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. കാളിദാസ് സാറെ കണ്ടതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസത്തെ ഷൂട്ടും പ്രാക്ടീസും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം ഈ 2 ദിവസം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് മിങ്കിളായിട്ടുണ്ടായിരുന്നു. പലരും പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു ഷൂട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്തു കേട്ടോ. നൈറ്റാണ് നമുക്ക് എല്ലാവർക്കും ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നത്. പലരും പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി അവരൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.